ഹായ് ഹലോ ഫ്രണ്ട്സ്, ദൃശ്യം വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചെയ്യാറുള്ള കുഞ്ഞു വീഡിയോസ് ഉണ്ടല്ലോ, അതായത് കുട്ടികൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഓരോ ഐറ്റംസ് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ. അപ്പോൾ ഇന്ന് ഞാൻ അങ്ങനത്തെ ഒരു ഐറ്റം നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. ഓപ്പൺ ചെയ്യുന്ന വീഡിയോ അല്ല കേട്ടോ ഗൈസ് ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത്. കാരണം ഓപ്പൺ ചെയ്യാൻ വേണ്ടി ഞാൻ മാറ്റി വെച്ചുള്ള ഒരു ഐറ്റം ആയിരുന്നു. എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇന്നലെ എൻ്റെ കുട്ടികൾ കുഞ്ഞു കുട്ടികൾ ഇവിടെ വരുന്നുണ്ടല്ലോ, അവരെല്ലാവരും കൂടി അത് ഓപ്പൺ ചെയ്തു. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ അത് ഓപ്പൺ ചെയ്യുന്ന വീഡിയോ എനിക്ക് ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, അത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരാൻ പോവാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ്. അതായത് എൽ കെ ജിയിൽ നമ്മൾ ചേർത്ത കുട്ടികൾക്ക്, അല്ലെങ്കിൽ അംഗനവാടിയിലൊക്കെ പറഞ്ഞയക്കുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവർക്കൊക്കെ വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ എന്തായാലും ഇത്ര അധികം ഇൻട്രോ തന്നിട്ട് എന്താണ് ഐറ്റം എന്ന് കാണിച്ചു തന്നാലോ. ഇതാണ് ഒരു ബോർഡാണ് കേട്ടോ. ബോർഡിൽ ABCD സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. കാണുന്നില്ലേ? അപ്പോൾ ഇത് വീഴാൻ തുടങ്ങി കേട്ടോ. നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇതാ കണ്ട, ഡി താഴെ ചാടിപ്പോയിൻ്റെ. അപ്പോൾ ഇത് എത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ, നമ്മൾ ABCD പഠിച്ചു തുടങ്ങുന്ന കുട്ടികളുണ്ടാവുമല്ലോ, അവരൊക്കെ എന്താ വെച്ചാൽ നമ്മൾ ഇടയിൽ ആറ് ഏതാന്ന് ചോദിച്ചാൽ ABCD എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചൊല്ലും. എന്നിട്ട് 6 എത്തിയാൽ പറയും 6ആണ്. അല്ലാണ്ട് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല തുടങ്ങുന്ന കുട്ടികൾക്ക് കേട്ടോ. ഞാൻ മനസ്സിലാക്കി ആദ്യം അങ്ങനെയായിരുന്നു. ആദ്യോട് ഏതെങ്കിലും ഇടയിലുള്ളത് ഏതാ ചോദിച്ചാൽ ആദ്യം ABCD എന്ന് ഇങ്ങനെ ചൊല്ലാൻ തുടങ്ങും. എന്നിട്ട് K എത്തിയെന്ന് മനസ്സിലായാൽ പറയും അത് K ആണെന്ന്. അങ്ങനെയാണ്. അപ്പോൾ നമ്മൾ അത് പെട്ടെന്ന് ഈ റാൻഡമായിട്ട് അവരോട് ചോദിക്കുമ്പോൾ അവർക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. പിന്നെ കളർഫുള്ളാണ് ഇത് കാണാൻ. പിന്നെ കുട്ടികൾക്കൊരു കൗതുകം തോന്നുമല്ലോ, അങ്ങനെ എടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റം അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യുക. ഇതോടൊപ്പം തന്നെ ഒരു ബോർഡും കൂടി ഉണ്ട് കേട്ടോ. ഇത് നമ്പേഴ്സ് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ഇതും സെയിം പാറ്റേണിൽ തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 1 to 20 വരെയാണ് ഇതിനകത്തുള്ളത് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് 1 പറഞ്ഞാൽ കുട്ടി 1 എടുത്ത് കാണിച്ചു തരും. അങ്ങനെ നമുക്കിത് കൂടുതൽ യൂസ്ഫുൾ ആവുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ 11 കഴിഞ്ഞാൽ 12 കഴിഞ്ഞാൽ 13 14 മുതൽ കുട്ടികൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും. 30 13 40 14 ഈ 2 നമ്പേഴ്സുകൾ തമ്മിൽ കൺഫ്യൂസിങ് ആയിരിക്കും. അപ്പോൾ അതൊന്ന് പറഞ്ഞുറപ്പിക്കാനും കൂടി നമുക്കിത് നന്നായിട്ട് ഉപയോഗപ്രദമാവും. പിന്നെ നമ്മൾ പ്ലസ് മൈനസ് ഈക്വൽ ടു എന്നുള്ള ആ സിമ്പിൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അത് പഠിച്ചു കഴിഞ്ഞാൽ ഇത് അത്ര എളുപ്പം നാശാവുന്ന ഒരു ഐറ്റം അല്ല കേട്ടോ. അത്യാവശ്യം കട്ടിയുള്ളൊരു ബോർഡിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ കളർഫുള്ളായിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് വളരെ രസമായിട്ട് പഠിക്കാം. അപ്പോൾ ഇത്തരത്തിലുള്ള കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നിങ്ങൾക്ക് കാണുമ്പോൾ വളരെ സില്ലി, അല്ലെങ്കിൽ വളരെ ഒരു ചെറിയ ഐറ്റം അല്ലേ, ഇതെന്താ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്ടോ എന്നൊക്കെ തോന്നുന്നുണ്ടാവും. പക്ഷേ ഈ ഒരു ഐറ്റമൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ, ഞാൻ വാങ്ങിച്ചപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കണ്ടോ. അപ്പോൾ നമുക്കിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേപോലെ തന്നെ പഠിക്കൽ കഴിഞ്ഞാൽ അതേപോലെ നമുക്കിതെടുത്ത് വയ്ക്കാം. കാണുമ്പോഴും നല്ല കൗതുകം ഉണ്ടല്ലോ അല്ലേ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ കുഞ്ഞു വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത്. ഇനിയുണ്ട് ധാരാളം കുട്ടികൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഐറ്റംസ്. നമ്മൾ ഓരോന്നായിട്ട് വഴി ഓപ്പൺ ചെയ്യും. എല്ലാവരും ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്തരം ഐറ്റംസ് വാങ്ങിക്കാൻ ശ്രമിക്കുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ കളിപ്പാട്ടായിട്ട് കുട്ടിക്ക് ഫീൽ ചെയ്യുന്ന ഒരു ഐറ്റം തന്നെയാണ് ഇതൊക്കെ. അപ്പോൾ അവർക്ക് പഠിക്കുകയും ചെയ്യാം. അവരുടെ ഒരു ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് അത് വളരെ യൂസ്ഫുള്ളായിരിക്കും. പിന്നെ കുട്ടികൾ കൂടുതലായിട്ട് മൊബൈൽ ഫോണിലൊക്കെ കളിക്കുമ്പോൾ ഇതൊന്നും അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇതൊന്നും ഇഷ്ടപ്പെടാൻ വഴിയില്ല കേട്ടോ. അത് വേറെ കഥ. അവർക്ക് ഫുള്ള് വേറൊരു വേൾഡിലാണല്ലോ അവർ ജീവിക്കുന്നത്. എന്നാൽ പോലും അവരുടെ അറ്റൻഷൻ നമ്മൾ നോർമലി ഓറലി പഠിപ്പിച്ച് കൊടുക്കുന്ന ഒരു പാറ്റേണിന്ന് ഇതിലേക്ക് മാറുമ്പോൾ എന്താ വെച്ചാൽ ഒന്നും കൂടി കുട്ടീനെ നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യിക്കാൻ പറ്റും. എളുപ്പത്തിൽ നമ്മളിൽ എടുക്കുന്ന എഫേർട്ടും ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ അമ്മമാരാണെങ്കിലും ഇതൊക്കെ ഒന്ന് ഉപയോഗിക്കുക.
ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കുട്ടികളെ പഠിപ്പിക്കുന്ന പാറ്റേൺ മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഇത്തരത്തിലുള്ള മറ്റ് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും നിങ്ങളുടെ അടുത്ത് വരും. അതുവരേക്കും ബൈ ബൈ.